السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. عن أبي هريرة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم: ثلاث من كن فيه استكمل إيمانه لا يخاف في الله لومة لائم إلى آخر الحديث. ബഹുമാനികളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, ആരിലെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ, ഇസ്തക്മല ഈമാനുഹു, അവന്റെ ഈമാൻ പരിപൂർണമായി. മൂന്ന് കാര്യങ്ങൾ ഈമാൻ പരിപൂർണമായതിനുള്ള അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയിൽ മൂന്ന് വിശേഷണങ്ങൾ ഉണ്ടായാൽ അവന്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവന്റെ ഈമാനിൽ അവൻ പരിപൂർണനായിരിക്കുന്നു എന്നതിനുള്ള അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എന്താണ്? ലാ യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിമിൻ. അല്ലാഹു തആലയുടെ വിഷയത്തിൽ ആക്ഷേപകരുടെ ആക്ഷേപത്തെ ഭയക്കുകയില്ല. എന്താ പറഞ്ഞ്? ലാ യഖാഫു ഫില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പൊരുത്തവും കിട്ടുന്ന ഏതൊരു വിഷയമുണ്ടോ ആ വിഷയത്തിൽ ലാ യഖാഫു, അവൻ ഭയക്കുകയില്ല, ലൗമത്ത ലായിമിൻ, ആക്ഷേപകരുടെ ആക്ഷേപത്തെ. പലപ്പോഴും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ നാം മാറ്റി നിർത്തുന്നത് മറ്റുള്ളവർ എന്തു പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇപ്പോഴും പരിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് പഴഞ്ചൻ സംസ്കാരമാണ് എന്ന ചിന്തയിലേക്ക് പലരെയും എത്തിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ എന്തു പറയും, മറ്റുള്ളവരുടെ ഇടയിൽ നാം മോശക്കാരാകുമല്ലോ എന്ന ചിന്തയാണ്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും പൊരുത്തവും കിട്ടുന്ന ഏതൊരു വിഷയത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ യഖാഫു, അവൻ ആരെയും ഭയക്കുകയില്ല, ഒരാളുടെയും ആക്ഷേപത്തെ ഭയക്കുകയില്ല എന്നുള്ളതാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നെ ഉപദേശിക്കുക എന്ന് പറഞ്ഞപ്പോ, തഖ്വ കൊണ്ടുള്ള ഉപദേശം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തഖഫ്, നീ ഭയക്കരുത്, ഫില്ലാഹി, അല്ലാഹു തആലയുടെ പൊരുത്തം കിട്ടുന്ന ഒരു വിഷയത്തിലും, ലൗമത്ത ലായിമിൻ, ആക്ഷേപകരുടെ ആക്ഷേപത്തെ നീ ഭയക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല, മറ്റൊരു ഗൗരവമായ ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ലാ ഖൈറ ഫീമൻ അല്ലദി യഖാഫു ഫില്ലാഹി ലൗമത്ത ലായിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ലാ ഖൈറ ഫീമൻ, ഒരു മനുഷ്യരിൽ ഒരു ഖൈറും പ്രതീക്ഷിക്കണ്ട, ഒരു മനുഷ്യനിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. എങ്ങനത്തെ മനുഷ്യനാണ്? യഖാഫു ഫില്ലാഹി, അള്ളാഹുവിന്റെ വിഷയത്തിൽ അവൻ ഭയക്കുന്നുണ്ട്, ലൗമത്ത ലായിമിൻ, മറ്റുള്ളവരുടെ ആക്ഷേപത്തെ ഭയക്കുന്നുണ്ട്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയോടുകൂടെ നന്മയിൽ നിന്നും പിന്മാറി നിൽക്കുന്നവർ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ബഹുമാനികളെ, പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും നമ്മെ തടയുന്നത്, പല കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിനോട് പറയുന്നതിനെ തൊട്ട് നമ്മെ തടയുന്നത്, അല്ലെങ്കിൽ തിന്മകൾ കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറയാൻ നമ്മെ ചെയ്യരുത് എന്ന് പറയുന്നതിനെ തൊട്ട് നമ്മെ പിന്തിരിപ്പിക്കുന്നത്, പലപ്പോഴും മറ്റുള്ളവർ എന്തു പറയും എന്നുള്ള ചിന്തയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയുമാണ്. അത് വിശ്വാസത്തിന്റെ ബലഹീനതയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും വിശ്വാസം പൂർണ്ണമാകുന്നു എന്നതിനുള്ള അടയാളമാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പൊരുത്തം കിട്ടുന്ന ഏതൊരു വിഷയത്തിലും മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നോക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ആക്ഷേപത്തെ ഭയക്കാൻ പാടില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പൊരുത്തം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ ആവേശത്തോടുകൂടെ മുന്നേറാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. ഉമ്മയുടെ വിഷമം പറഞ്ഞ ഒരു സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കുമാറാകട്ടെ. മക്കളുടെ കാര്യങ്ങൾക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ, അല്ലാഹു തആല മക്കളുടെ പഠനങ്ങളിൽ, വിവാഹ കാര്യങ്ങളിൽ, ജോലികളിൽ എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.